എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഭൂമിജ മാപ്പ് പറയാൻ വേണ്ടി അജയുടെ ക്യാബിനിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അജയും അവളോട് തിരിച്ച് മാപ്പ് പറയുന്നുണ്ട്. സമയം തന്നെ ഭൂമി ഒരു രസത്തിന് പറയുന്നുണ്ട്, സാറിങ്ങനെ മാപ്പ് പറയുമ്പോൾ എന്തോ പോലെ തോന്നുന്നു. സാറ് ചൂടാകുമ്പോഴാണ് സാറിനെ കാണാൻ ഇനി കൂടുതലെന്ന് പറയുന്നുണ്ട് ഭൂമിജ. കളിയാക്കി ചോദിക്കുമ്പോൾ അജയ് അവളടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. ഭൂമി അതേസമയം തന്നെ ശരിക്കും പേടിക്കുന്നുണ്ട്. സമയം തന്നെ അജയ് പറയുവാണ്, നീയല്ലേ പറഞ്ഞത് എന്നെ കാണാൻ ചൂടാകുമ്പോഴാണ് കൊള്ളാന്നുള്ളത് എന്ന്, അതുകൊണ്ട് ഞാനൊന്ന് ചൂടായതാ എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ കുറച്ച് ഇമോഷണൽ ആയിട്ട് നമ്മുടെ അജയോട് പറയുവാണ്, നമ്മൾ കാണുന്നത് പോലെയല്ല പലരും. ഒരു ചിരിക്കുവാണെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ പോലെ ആയിരിക്കും, മറച്ചു വെച്ചിട്ടായിരിക്കും അവര് പുറമേ ചിരിക്കുന്നത് പറഞ്ഞിട്ട് ഭൂമി തിരിച്ചു പോകുന്നുണ്ട്. സമയം തന്നെ ആൽഫ്രഡിനോട് ഫ്രെഡ് അതേസമയം തന്നെ പറയുവാണ് അജയോട്, ഭൂമി പറഞ്ഞത് എത്ര കറക്റ്റാണ്, ഒരു കണക്കിന് ശരിയല്ലേ പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ ആൽഫ്രഡ്, നീ നയനയുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് നയന എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവളുടെ ഓർമ്മകൾ എന്റെ മനസ്സിന്റെ വേദനയായിട്ട് തന്നെ അടക്കി വെച്ചേക്കുവാണ്. ഞാൻ ചിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കുമല്ലേ ഇങ്ങനെയൊക്കെ ആയത് ആൽഫ്രഡെ. എന്താടാ മിണ്ടാതിരിക്കുന്നത്? നിന്റെ സഹോദരി നയനെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ സമയം ആൽഫ്രഡ് പറയുവാണ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അവൾ പോയതല്ലേ നമ്മളെയൊക്കെ വിട്ട്, തിരിച്ചു വരുമെന്ന്. ഇപ്പൊ തന്ന് പോയതല്ലേടാ അവള്. അവള് വന്നോ? പക്ഷേ എനിക്ക് പ്രതീക്ഷയുണ്ട്, അവള് തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അവൾക്ക് വേണ്ടി തന്നെയാ കാത്തിരിക്കുന്നത് എന്ന് വീണ്ടും അജയ് പറയുമ്പോൾ ആൽഫ്രഡ് പറയുവാണ്, നീ അതൊക്കെ വിട്ടുകള, ഒന്നും ഓർക്കാനേ ഞാൻ ശ്രമിക്കുന്നില്ല. ഏതൊക്കെ ഓർത്താൽ എനിക്ക് ഇങ്ങനെ പോലെ നടക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ഓർക്കാൻ ശ്രമിക്കില്ലടാ. നീ ആൽഫ്രഡെ, നീ ഒരു കാര്യം അറിഞ്ഞല്ലോ അല്ലേ? പറഞ്ഞ കാര്യമാണല്ലോ, നീയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത് നീയുമായി എന്റെ വിവാഹം ഉറപ്പിക്കുന്ന കാര്യം. വളരെ തകൃതിയായിട്ട് അത് നടക്കുവാണ്, എനിക്ക് ഒട്ടും തന്നെ അതിൽ താല്പര്യമില്ല, ഒന്ന് പറഞ്ഞൂടേടോ എന്ന് പറയുമ്പോൾ ആൽഫ്രഡ് പറയുവാണ്, അജയ് എനിക്ക് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇവിടെ കുടുംബ വിഷയമല്ലേ, മുത്തശ്ശിയും ബാക്കി എല്ലാവരും കൂടെ എടുത്ത തീരുമാനമല്ലേ, പറഞ്ഞാലൊന്നും അവര് കേൾക്കത്തില്ല. നമുക്ക് അഞ്ജനയോട് സംസാരിക്കാം, അഞ്ജനയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മതി, ഇപ്പോൾ അവൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ അജയ് പറയുവാണ്, അത് ശരിയാ, ഞാൻ അഞ്ജനയെ വിളിച്ച് കാര്യം പറയാം അല്ലേ. അങ്ങനെ അജയ് അഞ്ജനയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അജയുടെ ഫോൺ കോൾ വന്നപ്പോൾ തന്നെ അഞ്ജനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഏതോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. അഞ്ജന, നീ എനിക്കൊന്ന് സംസാരിക്കണം, നീ വരണം എന്ന് പറയുന്നുണ്ട്. ഈ സമയം തന്നെ അഞ്ജന പറയുവാണ്, നമ്മുടെ പേഴ്സണൽ കാര്യം സംസാരിക്കാനല്ലേ, ഞാനൊരു സ്ഥലം ഫിക്സ് ചെയ്യാം, അങ്ങോട്ടേക്ക് അജയ് വന്നാൽ മതി എന്ന് അഞ്ജന പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ സന്തോഷത്തോടു കൂടി തന്നെ അഞ്ജന ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്വപ്നം കാണുന്നുണ്ട്, അജയും അഞ്ജനയും തമ്മിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്നതും വാങ്ങാൻ പോകുന്നതുമെല്ലാം. കാരണം അഞ്ജന വിചാരിക്കുന്നതെന്ന് വെച്ചാൽ തന്നോടുള്ള പ്രണയം പറയാൻ വേണ്ടിയിട്ടാണ് അജയ് വരുന്നതെന്നാണ്. അഞ്ജന ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുവാണേ. അങ്ങനെ അജയും അഞ്ജനയും ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് കേട്ടോ മീറ്റ് ചെയ്യുന്നത്. അജയ് അഞ്ജനയുടെ മുന്നിൽ ഇരിക്കുമ്പോഴും അജയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. പക്ഷേ അഞ്ജനയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്, എന്തോ നേടിയെടുത്ത രീതിയിലുള്ള സന്തോഷമാണ്. അടുത്ത് വേറെ ആരുമില്ല, എല്ലാ സീറ്റുകളും ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഈ സമയം തന്നെ അജയ് എല്ലാ സീറ്റിലും നോക്കുന്നുണ്ട്. ആ സമയത്ത് അഞ്ജന പറയുവാണ്, നോക്കണ്ട, എല്ലാ സീറ്റുകളും ഞാൻ തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ആരും വരാൻ പോകുന്നില്ല, പേഴ്സണലായിട്ട് ഹാപ്പി ആയിട്ടിരുന്ന് സംസാരിക്കാം. എന്താ അജയ് പറയാൻ വന്നത്? നമ്മുടെ കല്യാണ വിഷയത്തെ പറ്റിയാണോ? ഈ സമയം തന്നെ അജയ് പറയുവാണ്, എനിക്ക് പറയേണ്ടത് അതല്ല അഞ്ജന, സത്യം പറഞ്ഞാൽ ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തുറന്നു പറയാലോ, എനിക്ക് വേറൊരു ഇഷ്ടമുണ്ട്, ഇഷ്ടം മറന്നുകൊണ്ട് എനിക്ക് വേറൊരു വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. അജയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ അഞ്ജന ഒന്ന് ഞെട്ടുന്നുണ്ട്. അവളുടെ പ്രതീക്ഷകളെല്ലാം പോയി. എന്നാൽ അവൾ വിഷമ മുഖത്ത് കാണിക്കാതെ തന്നെ അഞ്ജന ഉടനെ പറഞ്ഞു, ആ ആൾ ആരാണെന്ന് എനിക്കാണ്, ഭൂമിജയല്ലേ. സമയം തന്നെ അജയ് പറയുവാണ്, ഭൂമിയോ? അസംബന്ധം പറയരുത്, അതൊന്നുമല്ല, വേറൊരു കുട്ടിയാണ്, അവൾ എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്, അവളെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, അവളെയാണ് ഞാൻ സ്നേഹിച്ചത്, അവളെ മറക്കാൻ എനിക്കാവില്ല, അവളെ നിനക്കറിയാമല്ലോ. അച്ഛനെ എഴുന്നേറ്റിട്ട് പറയുവാണ്, അതൊക്കെ പഴയ കാര്യമല്ലേ അജയ്, അതൊക്കെ മറക്കാറായില്ലേ. അതേസമയം തന്നെ അജയ് പറയുവാണ്, ഇല്ല, എനിക്ക് മറക്കാനാകില്ല എന്ന് പറയുമ്പോൾ അച്ഛനെ പറയുവാണ്, എനിക്ക് അജയ്ക്കൊന്ന് മറന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം അജയ് പറയുവാണ്, എനിക്ക് പറ്റില്ല അച്ഛന, നീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം, ഈ വീട്ടിൽ പറയണം മുത്തശ്ശിയോട് നിനക്ക് താല്പര്യമില്ലെന്ന്, എന്നാലേ നിന്റെയും എൻ്റെയും വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുള്ളൂ, ഞാൻ എന്തായാലും പോകുന്നു എന്ന് പറഞ്ഞിട്ട് അജയ് അവിടെ നിന്ന് എണീക്കുവാണ്. ഈ സമയം തന്നെ അഞ്ജന പറയുവാണ്, അങ്ങനെ
വിട്ടാൽ പറ്റുമോ? എന്തായാലും ഇവനിട്ട് എന്നെ പണി കൊടുക്കണം. ഞാൻ ഇവനെ തന്നെ വിവാഹം ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം കിട്ടണമെങ്കിൽ ഇവനെ കെട്ടിയാലല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവനെ എനിക്ക് എങ്ങനെയും കെട്ടണം. ഇതിലുള്ള ചിന്തകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അഞ്ജന പറയുവാണ്, അജയ്, എന്തായാലും ഇതിനെപ്പറ്റി ഞാൻ മുത്തശ്ശിയോട് സംസാരിക്കാം. നമ്മള് കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് വളർന്നതല്ലേ. നീ ഒരു ആഗ്രഹം പറഞ്ഞാൽ ഞാനത് നടത്തണ്ടേ? അതേസമയം തന്നെ അജയ് ചോദിക്കുവാണ്, നീ പറയുന്നത് സത്യമാണോ? ഞാൻ മുത്തശ്ശിയോട് പറയാം. മുത്തശ്ശി സമ്മതിക്കുമെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോളാം. ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അജയും അഞ്ജനയും പിരിയുന്നുണ്ട്. അഞ്ജന ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുവെങ്കിലും അവളുടെ മനസ്സിൽ മുഴുവനും വാശിയാണ്. എങ്ങനെയെങ്കിലും ഇവനെ തന്നെ കെട്ടണം, എങ്കിൽ ഈ വിവാഹം നടത്തിയെടുത്തേ പറ്റത്തുള്ളൂ എന്ന ഉറച്ച തീരുമാനം തന്നെ അഞ്ജന എടുക്കുന്നുണ്ട്. അതേസമയം തന്നെ കമാലും ഭവാനിയും കൂടെ സംസാരിക്കുന്നുണ്ട്. പറയുന്ന അച്യുതന് എന്തോ ഒരു അസുഖമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഭൂമിജയും അച്യുതനെയും കണ്ടായിരുന്നു. അയാളെ കൊല്ലാൻ വേണ്ടി ഞാൻ കത്തിയെടുത്തതായിരുന്നു, പക്ഷെ നടന്നില്ല. എന്നിട്ട് ഭവാനി വഴക്ക് പറയുന്നുണ്ട്. മാലേ, നീ എന്ത് മണ്ടത്തരമാ കാണിച്ചത്? എന്നോട് അച്യുതനെ കൊല്ലാനാണോ ഞാൻ പറഞ്ഞത്? ഭൂമിജയാണ് നമ്മുടെ ലക്ഷ്യം, അയാളുടെ മകൾ. ശരിക്കും പറഞ്ഞാൽ ഞാനന്ന് കൊല്ലാൻ വേണ്ടി കൈമാറിയ ആ പെൺകുട്ടിയാണോന്ന് എനിക്കറിയണം. നീ ആ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തോ കമാലെ എന്ന് ചോദിക്കുന്നുണ്ട് ഭവാനി. അതേസമയം തന്നെ കമാല് പറയുവാണ്, ഫോട്ടോയൊന്നും എൻ്റെ കയ്യിലില്ല, പക്ഷേ അച്യുതന്റെ മകളാണതെന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ അവളുടെ ഇടതുവശത്ത് തോളിൻ്റെ അടുത്ത് ഒരു മറുകുണ്ട്. ഇപ്പോഴും ഉണ്ടായിരിക്കണമല്ലോ, ജനിച്ചപ്പോഴേ ഉള്ളതാണ്. ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ അഭിരാമി തന്നെയാണ്. അഭിരാമിയാണെങ്കിൽ തന്നെ രണ്ടുപേരും പിന്നെ ജീവിച്ചിരിക്കരുത്. മനസ്സിലായോ കമാലെ എന്ന് ഭവാനി ചോദിക്കുവാണ്. ഭൂമിയില് അച്ഛനും വേണ്ട, മകളും വേണ്ട. അച്ഛനയ്ക്ക് അവിടെ എൻഗേജ്മെന്റ് ഏകദേശം ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് സത്യദാസിന്റെ മകളെന്നും പറഞ്ഞ് ഇവൾ കയറി വരാൻ പാടില്ല. ഇതിനു മുൻപേ തന്നെ ഇവളെ അങ്ങ് തീർത്തേക്കണം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് കമാല് പോകുന്നുണ്ട്. അതേസമയം തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കോൺസാസ് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് വരുന്നുണ്ട്. വെച്ചിട്ട് വിജയെ പഠിപ്പിച്ച ഒരു സിസ്റ്ററിനെ കാണുന്നുണ്ട്. സിസ്റ്റർ വന്നിട്ട് വിശേഷങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തില് ഇപ്പോൾ IPS ആണോ IAS ആണോ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സമയം തന്നെ ഭൂമി തിരിച്ചു പറയുവാണ്, ഇതൊക്കെ നാട്ടിൽ ഒരുപാടുണ്ട്, പക്ഷേ പഠിക്കുന്ന സമയത്ത് എന്നോട് സിസ്റ്റർ ചോദിക്കുന്ന ചോദ്യങ്ങളാണല്ലോ ഇതൊക്കെ. അതുപോലെ തന്നെ ഇവരെ പോലെയുള്ളവർക്ക് ചായ കൊടുക്കാൻ വേണ്ടി ഒരു കോഫി ഷോപ്പ് വേണ്ടേ? ഈ സമയം തന്നെ സിസ്റ്റർ ചോദിക്കുകയാണ്, അത് ശരി, അപ്പൊ കോഫി ഷോപ്പാണ് ഇട്ടിരിക്കുന്നത് അല്ലേ? കോഫി ഷോപ്പാണ് ഇട്ടിരിക്കുന്നതെന്ന് പറയാതെ അങ്ങ് പറഞ്ഞു. സിസ്റ്ററെ, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അച്ഛന് തീരെ വയ്യ. അപ്പോൾ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടി പണം വേണം. പണം എനിക്കില്ല. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ട്രസ്റ്റില് ഒരു ലെറ്റർ എഴുതി തന്നിട്ടുണ്ട്. അവിടെ ഒരു നിവേദനം വെച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ധനസഹായം കിട്ടുമെന്ന് പറഞ്ഞു. വേണ്ടി വന്നതാ. എന്നാ വരൂ, നമുക്ക് അച്ഛനെ കാണാമെന്ന് ആ സിസ്റ്റർ പറയുവാണ്. അച്ഛനെ കണ്ടിട്ട് എന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ആ കത്ത് എടുത്തിട്ട് വായിക്കുന്നുണ്ട്. ഒരു സീരിയസ് മാറ്റർ തന്നെയാണെന്ന് അച്ഛന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എനിക്ക് മാത്രമായിട്ട് ഒരു തീരുമാനമെടുക്കാൻ പറ്റത്തില്ല കുട്ടി. അത് പറയുമ്പോൾ ഭൂമി ഒരു വിഷമത്തോടു കൂടി നിൽക്കുവാണ്. അതേസമയം പറയുവാണ്, ടെൻഷൻ ആകണ്ട, നമുക്ക് ഇവിടെയും ഇഷ്ടം പോലെ ആൾക്കാർ ഫോമൊക്കെ ഫില്ല് ചെയ്ത് തരാറുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു മീറ്റിംഗ് പോലെ വെക്കുന്നുണ്ട്. അതിൽ പാസ്സാകുന്നവർക്കാണ് നമ്മൾ ആ കാശ് കൊടുക്കുന്നത്. എന്തായാലും കുട്ടി ഒരു കാര്യം ചെയ്യും, ഇവിടെ ഒരു ഫോം ഉണ്ട്, ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്ത മീറ്റിങ്ങിൽ എന്തായാലും ഇതും കൂടെ ഞാൻ വെച്ചേക്കാം. വിഷയമൊന്നും കൈവിടണ്ട, എല്ലാവരുമായിട്ട് തീരുമാനിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാമെന്ന് തന്നെ അച്ഛൻ പറയുന്നുണ്ട്. ഈ സമയം തന്നെ സിസ്റ്റർ പറയാണ്, ഭൂമി വരൂ, എൻ്റെ റൂമിലേക്ക് വരൂ, ഇരുന്ന് നമുക്ക് ഫോമെല്ലാം ഫില്ല് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഭൂമിജിയെ വിളിച്ചോണ്ട് ആ സിസ്റ്റർ പോകുന്നുണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് ഭൂമി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കമാല് വഴിയിൽ വെച്ച് ഭൂമിജിയെ കാണുന്നുണ്ട്. അയാളെ കണ്ടതും അത്ര പന്തികേടാണ് എന്ന് ആലോചിച്ച ഭൂമിജ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നു. അതേസമയം തന്നെ ഭൂമിജയുടെ വണ്ടിയിലേക്ക് അയാളുടെ വണ്ടി കൊണ്ടുവന്ന് ഇടിക്കുന്നു. ശേഷം പേടിച്ച് ഭൂമിജ ഓടുന്നുണ്ട്. ഭൂമിജയുടെ പുറകെ കമാലും ഓടുന്നുണ്ട്. അവസാനം ഭൂമിജ ഒരുപാട് ഓടി കഴിയുമ്പോൾ കമാലിന്റെ കയ്യിലിരുന്ന കത്തിയെടുത്ത് ഒന്ന് എറിയുന്നുണ്ട്. ഇത് ഭൂമിജയുടെ കഴുത്തിലോട്ട് കൊണ്ടു. അതേസമയം തന്നെ ഭൂമിജ അലറി വിളിക്കുന്നുണ്ട്, ആ കത്തി കഴുത്തിലാണ് കൊണ്ടത്. ഇതൊക്കെയാണ് എപ്പിസോഡിൽ കാണിക്കുന്നതെങ്കിലും നമ്മുടെ അച്യുതൻ ചിലപ്പോൾ സ്വപ്നം കണ്ടതായിരിക്കും. അപ്പോൾ അതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം വരുന്ന എപ്പിസോഡുകളിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.